ഫസ്റ്റ് ഫുൾ ലെങ്ത് വീഡിയോ ആണ്. ഈ സാധാരണ എല്ലാം റീലിൽ ഒതുക്കാറുണ്ട്, പക്ഷേ ഇത് എങ്ങനെ നോക്കിയിട്ടും റീലിൽ ഒതുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ബാർബിക്യൂ നേഷൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാറ്റഗറിയാണ് ഈ പറഞ്ഞ അൺലിമിറ്റഡ് ബൊഫേ എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അപ്പം അത് ഏറ്റവും അഫോർഡബിളും ഏറ്റവും ഫേമസ് ഒക്കെ ആയിട്ടുള്ളത് ബാർബിക്യൂ നേഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി. അവിടുത്തെ മേജർ സാധനം അറിയാലോ, ഈ സ്റ്റാർട്ടേഴ്സ്, ഈ കമ്പി കൊണ്ടുവരുന്നു, അതിൽ ചിക്കനുകൾ, ഫിഷ്, പ്രോൺസ് എല്ലാം ഇടുന്നു. അതിനിടയിൽ കൂടെ അവരാദ്യം പാനിപ്പൂരി കൊണ്ടുവന്നു. ഞങ്ങൾ അതിലൊന്ന് കൈവച്ചു. അതല്ലാതെ ഈ ഫ്രൈഡ് ചിക്കനും ചിക്കൻ വിങ്സും കൂടി കൊണ്ടുവന്നു. ഫ്രൈഡ് ചിക്കനൊക്കെ ഒരു KFC പോലെ തന്നെ ഉണ്ട്, ഒരു വലിയ മോശം പറയാൻ മാത്രമൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. വിങ്സ് ആണെങ്കിലും കൊള്ളായിരുന്നു. അതിന് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് തീരുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സ് നോൺ വെജിൽ ചിക്കൻ, ഫിഷ് പറഞ്ഞാൽ ബാസ ഫിഷാണ്. ബാസ ഫിഷും പ്രോൺസും ആണ് വരുന്നത്. വെജിൽ പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അവർ പറഞ്ഞു എടുക്കണമെന്ന്, വേണ്ട എന്തിനാ വെറുതെ. നമ്മൾ പൈനാപ്പിൾ മാത്രം പറഞ്ഞു വെജിലൊരു രസത്തിന് വേണ്ടി. ബാക്കി നോൺ വെജ് തന്നെ നമ്മൾ കഴിക്കുന്നു, വീണ്ടും ഇടുന്നു, കഴിക്കുന്നു, വീണ്ടും ഇടുന്നു. ഇതിൽ ഈ സാധനങ്ങളിൽ പ്രോൺസ് അത് ഒരു ഒന്നൊന്നരായിരുന്നു. സംഭവം എല്ലാം രസമുണ്ടായിരുന്നേ. സ്റ്റാർട്ടേഴ്സ് എല്ലാം ഒരു രക്ഷയില്ലാത്ത രസമുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഈ പ്രോൺസ് ഒരു മാരകമായിരുന്നു. എത്ര വട്ടം പറഞ്ഞു എന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. പിന്നെ പൈനാപ്പിളൊക്കെ ഒരു പേരിന് ഒരു രസം, അത് പറയാൻ മാത്രമൊന്നുമില്ല. ഇതെല്ലാം നല്ല സ്റ്റാർട്ടേഴ്സ്, നമ്മൾ നല്ല ഹാപ്പിയാക്കി. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ഫ്രൈഡ് ചിക്കനും വിങ്സൊക്കെ വരുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നുമുണ്ട്. ഇടയ്ക്ക് പ്രോൺസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇത് കഴിക്കുന്നുണ്ട്. എന്തായാലും സാധനം കൊള്ളായിരുന്നു. സോസിലൊരു 3 സോസാണ് വരുന്നുണ്ടായിരുന്നു. ഒരു മാംഗോ ഫ്ലേവേർഡും, പിന്നെ ഒരു മയോ പോലത്തെ ഒരെണ്ണവും, പിന്നെ ഒരു എരിവിന് പറ്റിയിട്ടുള്ള ഒരു ടൊമാറ്റോ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സാധനവും. അതൊന്നും വലിയ കാര്യമില്ല. മയനീസ് വലിയ കുഴപ്പമില്ല, പക്ഷെ അതല്ലാതൊന്നും വലിയ കാര്യമില്ല. പിന്നെ നമ്മൾ അധികം വയറിറച്ചിട്ട് ബാക്കിലേക്ക് പോകണമല്ലോ. എല്ലാവരും പറഞ്ഞു സ്റ്റാർട്ടേഴ്സാണ് മെയിൻ, ബാക്കിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട. പക്ഷെ എന്നാലും ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ നമ്മൾ അതിലേക്കൊരു ഫോക്കസ് കൊടുക്കുന്നല്ലോ വിചാരിച്ച് നമ്മളങ്ങനെ മെയിൻ കോഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സാലഡ്സും പരിപാടിയൊക്കെ, ഒരു പേര് വെജ് സെക്ഷനിൽ നമ്മൾ കുറച്ച് ഒരു നൂഡിൽസ് കൊടുത്തു. ആകെ വെജ് സെക്ഷൻ അത് മാത്രമേ എടുക്കാൻ തോന്നിയുള്ളൂ. പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് നോൺ വെജിലേക്ക് പോയി. അവിടെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു, ഹോട്ട് ആൻഡ് സോർ സൂപ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ അതും എടുത്തു കുറച്ച്. പിന്നെ ബിരിയാണി കാണുമ്പോൾ അത്യാവശ്യം നല്ല കൊള്ളായിരുന്നു. എല്ലാം ഇവിടുത്തെ സ്റ്റൈലാണ്. അപ്പോൾ ബിരിയാണി അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കറികളായിട്ട് മെയിനായിട്ട് ഈ പറഞ്ഞ ഫിഷ് കറി, പിന്നെ മട്ടൺ കറി, പിന്നെ ഒരു ചിക്കൻ വിന്താലു എന്നൊക്കെ പറയുന്ന ഒരു കേരള സ്റ്റൈൽ പ്രതീക്ഷിച്ചു, അല്ല എനിവേ. പിന്നെ നമ്മൾ ഡിസേർട്ടും ഒരുമിച്ച് തന്നെ എടുത്തു വെച്ചു. ഇനിയിപ്പോൾ അതിന് വേണ്ടി വേറെ കറങ്ങാൻ പോകണ്ടല്ലോ. അങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് ആദ്യം കുറച്ച് ബിരിയാണി കഴിച്ച് നോക്കി. ചിക്കനൊക്കെ എന്തോ ചെറുതൊരു കരിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും ചിക്കൻ ബിരിയാണി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഫിഷ്, ഈ മട്ടൻ, പിന്നെ ഈ ചിക്കൻ വിന്താലും എല്ലാം ഒരു വകയ്ക്ക് കൊള്ളില്ല, എല്ലാം നല്ല അലമ്പായിരുന്നു. നമ്മൾ ഓൺലൈനിൽ കണ്ടതിലും ഈ മെയിൻ കോഴ്സ് കാര്യമില്ല. നമ്മൾ വിചാരിച്ചു മെയിൻ കോഴ്സ് എന്താ കാര്യം ഉണ്ടാവാതിരിക്കില്ല വിചാരിച്ചു. ഇല്ല, ഒരു കാര്യമില്ല. ബിരിയാണി അടിപൊളിയായിരുന്നു, പക്ഷേ മെയിൻ കോഴ്സ് നല്ല മോശമായിരുന്നു. പ്രത്യേകിച്ച് ഈ മട്ടൻ കറി ഉണ്ടല്ലോ, മട്ടൻ കറി നല്ല മോശമായിരുന്നു. ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം കുറച്ചൊക്കെ രസമുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളൊരു റൊട്ടി പറഞ്ഞു. റൊട്ടിയുടെ ഒപ്പം ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു. സാധാ റൊട്ടിയാണ് പറഞ്ഞത്. അത് എന്ത് വേണമെങ്കിൽ പറയാം, നമുക്ക് നാനുണ്ട്, അങ്ങനെ എന്ത് വേണമെങ്കിൽ ബട്ടർ നാനോ എന്ത് വേണമെങ്കിൽ പറയാം. നമ്മളൊരു സാധാ നാന പറഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പായസമാണ് ഹൈലൈറ്റ്. കറക്റ്റ് കേരള ഒരു സേമിയ പായസം, കറക്റ്റ് അതേ ടേസ്റ്റ്. അത് ഞാൻ നല്ലോണം വീണ്ടും മേടിക്കുകയും ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വേറെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് ഈ കേക്ക് ഏരിയ. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കുറേ കണ്ട പോലെ തോന്നി, പക്ഷേ അത്രയ്ക്കില്ല. ആകെ 3 പറയാം, മൊത്തത്തിൽ 3 ടൈപ്പ് കേക്ക്. ഒന്ന് ബ്രൗണിയാണ്, അതൊക്കെ ഉള്ളൂ. ഫ്രൂട്ട്സ് ആണെങ്കിലും വാട്ടർമെലൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ പായസം വീണ്ടും എടുത്തതാണ്, മുന്നത്തെ പായസമല്ല. കറക്റ്റ് കേരള ടേസ്റ്റ് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പായസം. പിന്നെ ഐസ്ക്രീം അറിയാമല്ലോ, നോർമൽ ഐസ്ക്രീമാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, തന്നെ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ഐസ്ക്രീമായിരുന്നു. പിന്നെ ഈ കേക്കുകളിൽ എനിക്ക് ആ ഓറഞ്ച് ഫ്ലേവർ വലിയ ഇഷ്ടപ്പെട്ടില്ല. സാധാ ബ്ലാക്ക് ഫോറസ്റ്റും ബ്രൗണിയൊക്കെ നല്ല നൈസായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഈ പറഞ്ഞ ബിവറേജൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ ഹാർഡ് ഡ്രിങ്ക്സും ഉണ്ട്, ബിയറും എല്ലാം ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ വലിയ അങ്ങോട്ട് പോയില്ല. ഫ്രൂട്ടാകെ വാട്ടർമെലൺ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 3-4 ഫ്രൂട്ട് ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസത്തിന് നന്നായിരിക്കും തോന്നി. പിന്നെ ഈ ബ്ലാക്ക് ഫോറസ്റ്റും ഐസ്ക്രീമും ഇരിക്കുമ്പോൾ എനിക്കെന്നെ കൺട്രോൾ കിട്ടില്ല. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ അതുകൊണ്ട് കഴിച്ച് നോക്കി. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ 2-3 ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അപ്പുറത്ത് കുൽഫി കൗണ്ടർ കണ്ടു സൈഡിൽ. അപ്പോൾ ടോപ്പിങ്സ് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു. എന്തൊക്കെയോ പറഞ്ഞു, അവരെന്തൊക്കെയോ ഇട്ടു. അപ്പോഴത്തേനും വയറൊക്കെ നല്ല നിറഞ്ഞ്. പക്ഷേ ഇതൊക്കെ അപ്പുറത്തിരിക്കുമ്പോൾ ഒരു കൺട്രോളും കിട്ടുന്നു.
അങ്ങനെ ഒരു പാനിപ്പൂരിയും പിന്നെ കുറച്ചും കൂടി ഐസ്ക്രീമും ബ്ലാക്ക് ഫോറസ്റ്റും കൂടി ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്നും